ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആപ്സ് ടെറസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആഭരണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആട്ടോ. വെറും വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ അല്ല, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ ഒരു ദിവസം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഞാൻ കേരള ഡിഷസ് മാത്രമായിരിക്കും വെക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ കഴിക്കുന്ന ഫുഡ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അതിനെ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഇപ്പം 10 കിലോ 100 ദിവസം കൊണ്ട് കുറച്ചായിരുന്നല്ലോ. അപ്പം അതിന് എല്ലാ ദിവസവും ഞാൻ വാട്ടൈറ്റിൻ്റെ ഡേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്സിനകത്തൊക്കെ ഞാൻ എങ്ങനെ അത് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് ഇല്ലായിരുന്നു. അപ്പം അത് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക്. അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഫുള്ള് ഞാൻ പറയാം കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഞാനിപ്പോൾ എണ്ണിട്ടിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഇപ്പം സമയം 9 മണിയായി. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം, നിങ്ങൾക്ക് നോർമൽ വെള്ളം കുടിച്ചാലും മതി കേട്ടോ. പക്ഷേങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുള്ളൊരു വെള്ളം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജീരകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ്, അതായത് നമ്മുടെ ഉലുവ, അതുപോലെ തന്നെ തലേന്ന് സോക്ക് ചെയ്ത ചിയാ സീഡൊക്കെ ഇട്ട വെള്ളം, അതൊക്കെ കുടിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് പച്ചവെള്ളം, പക്ഷെ ഇച്ചിരി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു ഗ്ലാസ് കുടിക്കണം കേട്ടോ. അപ്പം ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 9:15 ഇവിടെ, 9:15. അപ്പം ഞാൻ സാധാരണ ഈ സമയത്ത് ഒരു കോഫി കുടിക്കും കേട്ടോ. നിങ്ങൾക്ക് കോഫി വേണേൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. കോഫി കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ ഞാൻ അത് കുടിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു വെയിറ്റ് ലോസ് ചെയ്തത്. അപ്പോൾ ഇനി എനിക്കത് ഒരു ദിവസം ഒരു കോഫി അത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ലൈറ്റ് കോഫിയാണ്, ഇത് ഭയങ്കര ലൈറ്റ് കോഫിയാണ്. അതുപോലെ തന്നെ ഇതിനകത്താണെങ്കിൽ ഞാൻ പഞ്ചസാര അധികം ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ആ രീതിയിൽ കുടിക്കണം, വളരെ ലൈറ്റ് കോഫി. അതുപോലെ അധികം പഞ്ചസാര ഇടാതിരുന്നാൽ അത്രയും നല്ലത്. ഓക്കെ, എൻ്റെ മോർണിംഗ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പം അത് എങ്ങനെ ഞാൻ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാമേ. അപ്പം ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ദോശയും പിന്നെ ടൊമാറ്റോ ചട്നിയും. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ എല്ലാവരും കഴിക്കുക, പക്ഷെ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കഴിച്ചിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയത്തില്ല കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാമേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കരുത് കേട്ടോ. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം മൊത്തവും വെജിറ്റബിൾസ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ പകുതി ഭാഗം മൊത്തം വെജിറ്റബിൾസ്, ബാക്കി 1/4 എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, 1/4 പ്രോട്ടീന്. അപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റിന് ഈ ഒരു എന്താ പറയുന്നത്, ദോശയുണ്ട്. പിന്നെ വെജിറ്റബിൾ എന്ന് വേണേൽ പറയാം, ടൊമാറ്റോ ചട്നി അത് കുറച്ചുണ്ട്. പക്ഷെ വേറെ പ്രോട്ടീൻ ഇല്ല. വെജിറ്റബിൾ പകുതി വേണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 1/4 ഭാഗം പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യരുത് കേട്ടോ. അപ്പം അതെങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമേ. അപ്പം ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ, ഫോൺ എടുക്കുക. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ChatGPT ഇപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ChatGPT. അപ്പം എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് 60 കിലോയാണ്. അപ്പം ഞാൻ ഇതിപ്പം മെയിൻറ്റെയിൻ ചെയ്യുവാണ്. പക്ഷെ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പം ഒരു മാസം കൊണ്ട് 3 കിലോ കുറയ്ക്കാൻ പോവാന്ന് വെച്ചോ. അപ്പം ആ 3 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കലോറി കഴിക്കണമെന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കുക ChatGPTക്ക് കേട്ടോ. അപ്പം ഞാനിപ്പം അതിനകത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, I am now 60 kilogram. I want to lose like 3 kilogram in 1 month. How many calorie of food I need for each meal? ഇതാണ് എൻ്റെ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ അടിച്ചു കൊടുത്തിട്ട് പറയാം കേട്ടോ. അതിൻ്റെ കൂടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതുപോലെ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങൾക്ക് ഹൈറ്റ് എത്ര, വെയിറ്റ് എത്ര, അതെല്ലാം പറയണം. ഹൈറ്റ്, വെയിറ്റ്, ഏജ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ, ഇനി ഡയബറ്റീസോ തൈറോയിഡോ PCOD അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഇതിനകത്ത് പറയണം കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. അപ്പം ഞാൻ എൻ്റെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ എത്ര കിലോ
എത്രയാണ് ഒരു മാസം കൊണ്ട് കുറയ്ക്കേണ്ടതെന്നൊക്കെ ഞാൻ കൊടുത്തപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എത്ര എനിക്ക് ഏകദേശം മോഡറേറ്റ് ആക്ടിവിറ്റി മാത്രം ചെയ്യുവാണെങ്കിൽ ഏകദേശം 2000 കിലോ കലോറി പെർ ഡേയിൽ എനിക്ക് ഇൻടേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2000 കണ്ടോ. അപ്പം ആ 2000-നകത്ത് ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിക്കുന്ന ഫുഡ് ഏതാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം ദോശയും ടൊമാറ്റോ ചട്നിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അത് മാത്രം മതിയോ അതോ എന്തെങ്കിലും ഞാനിനി ആഡ് ചെയ്യണമെന്ന് കണ്ടോ. ടുഡേ മൈ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് കണ്ടോ ദോശ, നീഡ് ടു ആഡ് എനിത്തിങ് എൽസ് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം കണ്ടോ അവർ പറയുന്നുണ്ട് അത് മാത്രം കഴിച്ചാൽ പോരാ. എന്താണ് ഞാൻ എന്തൊക്കെ കൂടെ കഴിക്കണമെന്നറിയാവോ? കണ്ടോ 2 ദോശ, ടൊമാറ്റോ ചട്നി, 1 ബോയിൽഡ് എഗ്ഗും കഴിക്കണം എന്ന് പറയുന്നുണ്ട്, ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ കഴിക്കണമെന്ന് അവർ പറയുന്നുണ്ട് കണ്ടോ. അപ്പം ഞാനപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പ്രോട്ടീൻ നമുക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യുക്കുംബറൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടൊമാറ്റോ ചട്നി കുറച്ചല്ലേ ഉള്ളൂ, അപ്പം ഞാൻ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുക്കുംബറൂടെ, കാരണം നമ്മുടെ പ്ലേറ്റിൽ കൂടുതലും വെജിറ്റബിൾസ് ആയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഈ ഒരു ബോൾ അറേഞ്ച് ചെയ്ത് കണ്ടോ. ദോശ, പിന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ കുറച്ച് ക്യുക്കുംബർ, പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാലൻസ്ഡ് മീൽ എന്ന് പറയുന്നത് കണ്ടോ. അങ്ങനെ വേണം അറേഞ്ച് ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അടിച്ചു കൊടുത്താൽ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. അപ്പം ഇതാട്ടോ എൻ്റെ ഒരു ബാലൻസ്ഡ് മീല്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പം ദോശ ഭയങ്കര വലിപ്പമുള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു മീല് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പ്ലേറ്റിൻ്റെ എന്താ പറയുന്നത്, പകുതിയോളം വെജിറ്റബിൾസ് ആണ്, പിന്നെ പ്രോട്ടീൻ ഒരു മുട്ട, പിന്നെ കാർബോഹൈഡ്രേറ്റിന് ദോശ. അപ്പം ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇപ്പം ഇത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടോ. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോഴത്തന്നെ നോക്കി ഇത് പ്ലേറ്റ് ഫുള്ളാണ്. അപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പലർക്ക് സംശയമാണ്, അയ്യോ ഇപ്പോൾ ഒത്തിരി കഴിക്കാതിരിക്കണമല്ലോ. സത്യം പറയാമല്ലോ, നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേണം നമ്മൾ കഴിക്കാൻ. പക്ഷേ നമ്മൾ ആ പോർഷൻ മാത്രം കൺട്രോൾ ചെയ്ത് നമുക്ക് കൂടുതൽ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണ് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കഴിക്കുന്നത്. കാരണം നോക്ക്, പ്ലേറ്റ് ഇത്രയും ഫുള്ളാണ് ഉണ്ടോ. ഇത് ഇത്ര കഴിച്ചാൽ നിങ്ങൾക്ക് കുറേ നേരത്തേക്ക് നിങ്ങൾക്ക് വിശക്കത്തേ ഇല്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ നോക്കൂ, ഫുള്ളായിട്ടുണ്ട് പ്ലേറ്റ്, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പം അപ്പോഴത്തേക്ക് നമ്മുടെ നല്ലോണം വയറ് നിറയുകയും ചെയ്യും കേട്ടോ. ഇപ്പം സമയം ഒരു 12:15 കേട്ടോ. അപ്പം എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണെന്നറിയാമോ, രാവിലത്തെ സമയത്തുള്ള ആ ഒരു സ്നാക്സ് എന്തെങ്കിലും ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്. വൈകുന്നേരം എന്ന് പറയുമ്പോൾ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയ ആപ്പിളും പിന്നെ ഒരു കഷ്ണം എന്താ പറയുന്നത്, ഒരു കഷ്ണം തണ്ണിമത്തങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ എത്ര പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ കാണുന്നത് എത്രയാണെന്ന് വെച്ചാൽ 1.5 to 2 കപ്പ് നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ. അപ്പോൾ 1.5 കപ്പെങ്കിലും മിനിമം ഒരു ദിവസം നമ്മൾ കഴിക്കണം, മനസ്സിലായോ. അപ്പം ഞാൻ അതുകൊണ്ട് ഇത് രണ്ടും ഈ ഒരു സ്നാക്സായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ 2.5 ലിറ്റർ വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഒരു 1.25 ലിറ്ററോളം ഉച്ചയ്ക്ക് തീർക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി കുടിച്ചാൽ മതിയല്ലോ പിന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ സ്നാക്സ് അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിന് കാണാം കേട്ടോ. ലഞ്ച് ടൈമായി കേട്ടോ. അപ്പോൾ ലഞ്ച് ടൈമിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാമേ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചോറ്, മത്തങ്ങ കറി, ക്യാബേജ് തോരൻ, പിന്നെ ചീര ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ഒരു തോരനും, പിന്നെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്കതൊന്ന് എന്താ പറയുന്നത് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അതായത് ഇതിന് ChatGPT ചോദിച്ചിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് കൊടുത്തേക്കുന്ന പ്രോംപ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
കണ്ടോ, ഇതാണ് പ്രോംപ്റ്റ്. അപ്പം അവർ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് നോക്ക്. അപ്പം അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് കണ്ടോ, റൈസ് 1 കപ്പ്, റൈസ് 1 കപ്പ്, എരിശ്ശേരി 1/2 കപ്പ്, കാബേജ് തോരൻ 1/2 കപ്പ്, സ്പിനാച്ച് 1/2 കപ്പ്, ചിക്കൻ 100 ഗ്രാം. ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ ഫുഡ് എടുക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. റൈസ്, തോരൻ, പിന്നെ ഇത് സ്പിനാച്ച് തോരൻ, ചീരത്തോരൻ, പിന്നെ ഇത് എയർ ഫ്രൈ ചിക്കൻ. ഞാൻ കാണിച്ചു തരാമേ. ഈ പ്ലേറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം മുഴുവനും വെജിറ്റബിൾസ് ആണ്. പിന്നെ അതുകൂടാതെ ഈ മത്തങ്ങയിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, എന്നാലും കൂടുതൽ ഈ ഭാഗത്താണ് വെജിറ്റബിൾസ്. പിന്നെ കാർബോഹൈഡ്രേറ്റിന് നമ്മുടെ ചോറ് 1 കപ്പ്, പിന്നെ പ്രോട്ടീന് ചിക്കൻ ഞാൻ എടുത്തേക്കുന്നത് ലെഗ് പീസാണ്. പക്ഷേ ബ്രസ്റ്റ് പീസാണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത് കേട്ടോ. അതൊരു 100 ഗ്രാം. പിന്നെ ഈ രീതിയിൽ വേണം പ്ലേറ്റ്. ഹാഫ് പോർഷൻ എന്താ പറയുന്നത്, വെജിറ്റബിൾ, 1/4 കാർബോഹൈഡ്രേറ്റ്, 1/4 പ്രോട്ടീൻ. അപ്പം ഇങ്ങനെ വേണം കഴിക്കാൻ. ഇനി നിങ്ങൾക്ക് പ്രോട്ടീൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം തൈരൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം തൈര് വേണേൽ യൂസ് ചെയ്യാം. അത് നമുക്ക് ചോദിച്ച് എത്ര എമൗണ്ട് വേണമെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഇത് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയുണ്ട് ഫുഡ്. ഇത്രയും കഴിക്കാൻ പറ്റും നമുക്ക്. കണ്ടോ, വെയിറ്റ് ലോസ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിനി അടുത്തത് ഈവനിങ് സ്നാക്കിൻ്റെ സമയത്ത് ഞാൻ കാണിക്കാമേ. അപ്പോൾ ഇപ്പം വൈകുന്നേരം ആയിട്ടോ, 4:30 ആയ സമയം. അപ്പം ഞാൻ ഓൾറെഡി ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് കൂടെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് പംകിൻ സീഡാണ് കേട്ടോ. അത് ഭയങ്കര നല്ലതാണ്. അപ്പം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കേട്ടോ, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ ഞാനൊരു വലിയ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് അധികം കഴിക്കാതിരിക്കുക നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുവാണെങ്കിൽ ഒരു ഡേറ്റ്സ് കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ അത് 2ആണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ കാണിക്കാമേ. അപ്പം ഇതാണ് എൻ്റെ ഈവനിങ് സ്നാക്ക്. ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ പംകിൻ സീഡും, പിന്നെ ഒരു ഡേറ്റ്സും. അപ്പം ഇനി രാത്രി ഡിന്നർ കാണിക്കാവേ. അങ്ങനെ ഇപ്പം ഡിന്നറിൻ്റെ ടൈമായി കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡിന്നർ ഇന്ന് ഉപ്പുമാവാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ഉപ്പുമാവില്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് എന്താ പറയുക, ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കാർബോഹൈഡ്രേറ്റായി. പിന്നെ പ്രോട്ടീൻ ആണെങ്കിൽ ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിളായിട്ട് ക്യാരറ്റാണ്, ഇത് ബേബി ക്യാരറ്റാണ്. പിന്നെ ഉപ്പുമാവ് തിന്നാനൊരു പഴത്തിൻ്റെ ഒരു 4/1 ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലേറ്റ്. ഇതാണ് എൻ്റെ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം, പകുതിയോളം വെജിറ്റബിളാണ്. പിന്നെ ഒരു 1/4 കാർബ്സും, പിന്നെ 1/4 പ്രോട്ടീനും. ഇതാണ് ഇങ്ങനെയാണ് പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണേ. ഒരു 7 മണിക്കുള്ളിൽ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും 1-2 കഴിച്ചോ, പക്ഷെ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഏറ്റവും ഏർലി ഡിന്നർ നിങ്ങൾ കഴിക്കും തോറും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകാൻ തുടങ്ങും കേട്ടോ. ഒറ്റയടിക്ക് കുറയ്ക്കാതെ പെയ്യെ കുറച്ച് കൊണ്ടുപോകുക. പിന്നെ വെള്ളവും കറക്റ്റായിട്ട് എത്രയാണോ നിങ്ങളുടെ വെയിറ്റ് അതിനനുസരിച്ചുള്ള വെള്ളം കുടിക്കാനും ശ്രമിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാമേ. താങ്ക് യു.